നമസ്കാരം പ്രശാന്ത് സർ. ഈ മണ്ഡല നമസ്കാരം. പുനർനിർണയ വിവാദമൊക്കെ തമിഴ്നാട് മുഖ്യമന്ത്രി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടല്ലോ. തങ്ങൾക്ക് കിട്ടാനുള്ള ജനപ്രതിനിധികളെ കുറയും, സീറ്റുകൾ കുറയും പാർലമെന്റിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും പിണറായിയും സ്റ്റാലിനൊപ്പം കൈകോർക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ചെന്നൈയിൽ സമരം ചെയ്യാൻ എത്തുമെന്നൊക്കെ പറയപ്പെടുന്നു. എന്താണ് ഈ വിവാദത്തിന്റെ വാസ്തവം? എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കണമല്ലോ. അത് ആൾക്കാർക്ക് മനസ്സിലാവാത്തതാവുമ്പോൾ അത് ഏറ്റവും ഗുണം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അതാണിപ്പം ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുമ്പോൾ ആൾക്കാർ പുറംതിരിഞ്ഞു നിൽക്കും. അതുപോലെ ഇപ്പൊ മണ്ഡല പുനർനിർണയത്തിന്റെ കാര്യത്തിലും അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്. അതായത് ഈ 2026 ആകുമ്പോഴത്തേന് ഡീലിമിറ്റേഷൻ, അതായത് മണ്ഡല പുനർനിർണയം. അപ്പം അതിന്റെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാല് മണ്ഡല പുനർനിർണയം ഇപ്പം ഇന്ത്യയിൽ ആവശ്യമാണ്. നേരത്തെ നമ്മുടെ 73-ലാണ് ഏറ്റവും അവസാനം ഈ മണ്ഡല പുനർനിർണയം നടന്നത്. അത് 76-ൽ അത് ഈ പറഞ്ഞതുപോലെ 25 കൊല്ലത്തേക്ക് ഇത് ചെയ്തു. എന്തുവാ 25 കൊല്ലത്തേക്ക് നടപ്പാക്കണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ അത് 2001-ലായപ്പോഴത്തേന് ഈ 25 കൊല്ലം കഴിഞ്ഞ് വീണ്ടും 25 കൊല്ലത്തേക്ക് അത് ഇത് ചെയ്തു വെച്ചു. അപ്പം 2026 ആകുമ്പോഴത്തേന് ആ 25 കൊല്ലം കൂടെ കഴിയും. അപ്പൊ മണ്ഡല പുനർനിർണയം നടത്തിയേ ഒക്കത്തുള്ളൂ. കാരണം ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ഈ 73-ന് മുമ്പ് ഒരു 2 വട്ടം മണ്ഡല പുനർനിർണയം നടന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ആദ്യം നമുക്കുണ്ടായിരുന്ന പറഞ്ഞ ഏതാണ്ട് ശരിയായ കണക്കാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമ്പറിലുള്ള വ്യത്യാസമുള്ള 475 സീറ്റേ ഉള്ളായിരുന്നു ലോക്സഭ. ഏറ്റവും അവസാനം ഇപ്പം 73 വരെ, 73-ലെ ആ ലിമിറ്റേഷൻ അനുസരിച്ച് വന്നില്ല, അതുവരെയുള്ള കണക്കായി 543 ഇപ്പോൾ ഉള്ളത് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അന്ന് ഉണ്ടായിരുന്നതിന്റെ 4 ഇരട്ടി ജനസംഖ്യയായി ഇപ്പം ഇന്ത്യയിലുള്ളത്. അന്ന് ആദ്യത്തെ പ്രാവശ്യം മണ്ഡല പുനർനിർണയത്തിന് തീരുമാനിച്ചിരുന്ന മാനദണ്ഡം പറഞ്ഞാൽ 7.5 ലക്ഷം പേര് ഒരു ലോക്സഭ മണ്ഡലം, ഒരു എം പി ഉണ്ടാവുന്ന 7 ലക്ഷം വോട്ടർമാരുണ്ടാവുന്നിടത്ത് ഒരു എം പി ഉണ്ടാവട്ടെന്നായിരുന്നു. അത് പിന്നെ 8.5 അതിനുശേഷം ജനസംഖ്യ അനുപാതത്തിൽ വർദ്ധിപ്പിച്ച് കോടതി പറഞ്ഞു അത് 10 ലക്ഷം ആക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ 10 ലക്ഷം ആൾക്കാർക്ക് ഒരു എം പി എന്നുള്ള നിലയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം 140 കോടി ജനമുണ്ട് ഇവിടെ. അപ്പൊ എത്ര എം പിമാർ വേണം? 543 എം പിമാരേ ഉള്ളൂ. നമ്മുടെ രാഷ്ട്രപതി ഉണ്ടായിരുന്നല്ലേ പ്രണബ് മുഖർജി, അദ്ദേഹം നേരത്തെ പറഞ്ഞ നമുക്ക് 1000 എം പിമാർ വേണം. കാരണം അത്രയ്ക്ക് ജനബാഹുല്യമാണ്. കാരണം അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ അവതരിപ്പിക്കുന്നതിന് ജനപ്രതിനിധികൾ ഉണ്ടാവണമെന്ന് നേരത്തെ അദ്ദേഹം എനിക്ക് തോന്നുന്നു 2014 അദ്ദേഹം രാഷ്ട്രപതിയായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യ ഏതാണ്ട് 71-ലെ കണക്ക് വെച്ച് എനിക്ക് തോന്നുന്നു 2 കോടി അല്ലെങ്കിൽ 2 കോടി 2.5 കോടി വരും. ഇപ്പൊ അതറിയാമല്ലോ, ഏതാണ്ട് 3.5 കോടിയായി. അപ്പൊ 2 കോടിക്ക് അകത്തുള്ള എം പിമാർ അന്ന് നമുക്ക് ഉണ്ടായിരുന്നത് 10 ലക്ഷം വെച്ച് നോക്കുമ്പോൾ, അന്ന് 10 ലക്ഷം വെച്ചായിരുന്നു ഏകദേശം കണക്ക് വരും. 10 ലക്ഷം വെച്ച് നോക്കുമ്പോൾ 20 എം പിമാരുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പം ഈ സെൻസസ് വരുമല്ലോ. സെൻസസ് 2021-ലായിരുന്നു നേരത്തെ നടത്തിയത്. അപ്പൊ കൊറോണ വന്നിട്ട് അതിനുശേഷം സെൻസസിന് ശേഷം നമുക്ക് ഡീലിമിറ്റേഷൻ ഒന്നും നടന്നിട്ടില്ല. കാരണം അതിന് അത് ഇത് ചെയ്ത് വെച്ചേക്കുമായിരുന്നല്ലോ, ഇപ്പൊ നടപ്പാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ലോക്സഭ തീരുമാനം എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ 2026-ലാകുമ്പോഴത്തേന് അല്ലെങ്കിൽ 25 ആകുമ്പോഴത്തേക്ക് സെൻസസ് വീണ്ടും തുടങ്ങും. അപ്പം ഈ പറയുന്ന ജനസംഖ്യയുടെ കൃത്യമായ കണക്ക് വരും. കണക്ക് വരുമ്പം കേരളത്തിലെ എം പിമാർ കൂടത്തേ ഉള്ളൂ 10 ലക്ഷം വെച്ചാണെങ്കിൽ. ഈ പറയുന്ന തമിഴ്നാട്ടില് ഞാൻ ഇതിന് കണക്ക് വന്നിട്ട്, തമിഴ്നാട്ടിൽ അന്ന് 71-ലൊക്കെ ഉണ്ടായിരുന്ന ഒരു കണക്കെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ 4 കോടി 4.75 കോടി വരുന്നുണ്ട്. ഇപ്പൊ 8 കോടി ആവുന്നുണ്ട്. അപ്പൊ അന്നത്തെ എം പിമാരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 39 എം പിമാരെങ്ങാണ്ടാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പൊ തമിഴ്നാട്ടിൽ ഇപ്പൊ എം പിമാർ കൂടുമല്ലോ. ഇത് യു പിയിൽ കൂടും, രാജസ്ഥാനിൽ കൂടും, മഹാരാഷ്ട്രയിൽ കൂടും, ബീഹാറിൽ കൂടും. യു പിയിൽ അന്ന് 8 കോടി ഉണ്ടായിരുന്നത് ഇപ്പൊ 20 കോടിയായി. അന്ന് 8 കോടി ഉണ്ടായിരുന്നപ്പോഴാ 80 ലക്ഷം, അറിയാമല്ലോ, 10 ലക്ഷം പേര് വരുന്നത്. അപ്പൊ യു പിയിൽ അന്ന് 10 ലക്ഷം പേര് വെച്ച് യു പി ഇപ്പൊ 20 കോടിയായി. അപ്പൊ അവിടുത്തെ ഈ 10 ലക്ഷം പേരെ വെച്ചിട്ടുള്ള കണക്കാണെങ്കിൽ ലക്ഷ്മി അത് 200 എം പിമാരുണ്ടാവും ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബീഹാർ വരും. ബീഹാറിലെ കണക്കെന്ന് പറഞ്ഞാൽ അന്ന് 4.5 കോടി ആയിരുന്നു, ഇപ്പൊ 17 കോടിയായി. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ 4.5 കോടി വരുമ്പോഴത്തേന് അവിടുത്തെ കണക്ക് ഏതാണ്ട് ഈ പറയുന്ന 36 എം പിമാർ വരുന്നത്. ഇപ്പൊ 17 കോടി ആകുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടാമല്ലോ, എത്ര വരും? അവിടുന്ന് തന്നെ ഒരു 10 ലക്ഷം വെച്ചാൽ 170 എം പിമാർ. അപ്പം ഇത് ഡീലിമിറ്റേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഒരുപക്ഷെ 10 ലക്ഷം എന്നുള്ളത് മാറ്റം വരുത്തിയേക്കത്തുള്ളൂ. കാരണം ഇപ്പം 888 എം പിമാർക്ക് ഇരിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ലോകസഭയിൽ നമ്മൾ സീറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
അന്നേരം ഇവർ ഭയന്നു തുടങ്ങി. ഭയന്നു തുടങ്ങുന്നതിന് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ സീറ്റ് കൂടുന്നതിന് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ വിചാരം എന്ന് പറയുന്നത് ഈ വടക്കേന്ത്യയിലാണ് സീറ്റ് കൂടുന്നത്. അപ്പം ഇപ്പൊ തന്നെ 80 സീറ്റുള്ള ഇന്ത്യ മഹാരാജ് യു പി, അത് ഈ പറയുന്നത് പോലെ 10 ലക്ഷം പേരെ വെച്ചിട്ട് ഈ മണ്ഡല പുനർനിർണയം നടക്കുകയാണെങ്കിൽ അവിടെ തന്നെ 200 MP വരും. നമ്മുടെ ഏകദേശ കണക്കാ. ഇപ്പം നമുക്കറിയാമല്ലോ, 20 കോടിയും കൂട്ടുക, 25 കോടി ഉണ്ടെന്നാ പറയുന്നത്. അപ്പം ഈ കേരളത്തിലും MP കണക്ക് 10 ലക്ഷം വെച്ച് നോക്കുവാണെങ്കിൽ കൂടും, തമിഴ്നാട്ടിലും കൂടും, എല്ലായിടവും കൂടാനാണ് സാധ്യത. വളരെ കുറച്ച് ലോക്സഭാ മണ്ഡലങ്ങളേ ഉള്ളൂ ഈ പറയുന്ന 10 ലക്ഷം ഒന്നും വരാത്ത ലോക്സഭാ മണ്ഡലങ്ങൾ. ആ ലോക്സഭാ മണ്ഡലങ്ങൾ മാറത്തുമില്ല. അപ്പൊ എല്ലായിടവും കൂടും. ഇവരുടെ വെപ്രാളം എന്ന് പറഞ്ഞാൽ എല്ലായിടവും കൂടുമ്പം ബീഹാറിൽ കൂടും, മഹാരാഷ്ട്രയിൽ കൂടും, യു പിയിൽ കൂടും, മധ്യപ്രദേശിൽ കൂടും. അങ്ങനെ വരുമ്പോൾ വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലായിട്ട് വരും. കൂടുതലായിട്ട് വരുമ്പോൾ അവിടെ ആധിപത്യം നിൽക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ BJP ആണ്. ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോഴും യു പി അഖിലേഷ് യാദവിന് കുറെ സീറ്റുകൾ പിടിക്കാൻ സാധിച്ചെങ്കിലും യു പിയിൽ ആദ്യം. അപ്പൊ ഇവരുടെ ഭയം, ഈ സ്റ്റാലിന്റെ പേടി എന്ന് പറഞ്ഞാല് പഴയ ഒരു പോലെ ഒരു മൻമോഹൻ സിംഗ് ഗവൺമെന്റ് വരാനുള്ള സാധ്യതയോ അന്നത്തെ പോലെ 2G സ്പെക്ട്രം പോലെ മോട്ടിക്കാൻ ഒരു സാധ്യതയോ ഒന്നുമില്ലാത്തൊരു കാലം എനിക്ക് ശേഷം എന്റെ മകന്റെ കാലം വന്നാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കാലം ആലോചിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ അദ്ദേഹം ഒരു സമരവുമായിട്ട് ഇറങ്ങി. ഇദ്ദേഹം ഈ സമരം മൂപ്പിച്ച് മുന്നോട്ട് പോയാൽ ഭരണഘടനക്കെതിരെ സമരം ചെയ്യുന്നെന്നുള്ള കാരണം പറഞ്ഞ് ഈ പാണ്ഡ്യയെ നമുക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്താക്കാൻ കഴിയും. കാരണം ഭരണഘടന തൊട്ടാണല്ലോ സത്യം ചെയ്തത്. ഞങ്ങളിപ്പോ അവിടുന്ന് വേണ്ട, ഇവിടുന്ന് വേണ്ട, ഇന്ത്യ അംഗീകരിക്കത്തില്ല എന്നൊക്കെ പായം കൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ ഈ സാധാരണ വെളിവില്ലാത്ത ആൾക്കാർ അടുത്ത് നിന്ന് ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ TV, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കൊടുത്തു നിർത്തിയിട്ട്, അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഈ ബീഡി വലിക്കാനുള്ള സംവിധാനം ഒക്കെ ഫ്രീബീസ് കൊടുത്ത് നിർത്തുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നത് പോലെയല്ല. ഇതൊക്കെ ഈ പറയുന്ന ഭരണഘടനയ്ക്കകത്ത് അനുശാസിക്കുന്ന കാര്യങ്ങളാണ്. ഇത്ര സമയത്ത് നമ്മളുടെ സെൻസസ് പൂർത്തീകരിച്ചിരിക്കണം, അത് ഇന്ത്യയിൽ അറിയണം, ലോകത്തറിയിക്കണം. അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ട് നമ്മുടെ നിയമം അനുസരിച്ച് ഇത്ര MP അല്ലെങ്കിൽ പറയുന്ന വോട്ടർമാർക്ക് ഒരു MP, ഇത്ര MLA മാർക്ക്, വോട്ടർമാർക്ക് ഒരു MLA, അതുപോലെ ആ രീതിയിൽ ഒക്കെ ഉള്ള വികസനം, ഡീലിമിറ്റേഷൻ ഒക്കെ ഉണ്ടാവണം. ഈ താല്പര്യം കൊണ്ട് തന്നെ പല കാരണങ്ങളാൽ ഏതാണ്ട് 10, 25, 76 ശേഷം 2 പ്രാവശ്യം ഇത് ഈ പറയുന്നത് ഡീലിമിറ്റേഷൻ നടത്തേണ്ടെന്ന് തീരുമാനിച്ചു വന്നു. ഇപ്പൊ 2026 ഇതിന്റെ കാലാവധി കഴിയും. 2026 ഈ മണ്ഡല പുനർനിർണയം നടന്നു കഴിഞ്ഞാൽ 2029 പുതിയ മണ്ഡലത്തിനനുസരിച്ച് വരും. അപ്പം ഏതാണ്ട് 800-ന് പുറത്ത് സീറ്റ് വരുമ്പോ തന്നെ 425, 800 ആണെങ്കിൽ തന്നെ 400 പുറത്ത് മതി. അല്ലെങ്കിൽ 888 ആണെന്ന് ഇപ്പൊ സീറ്റ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാ പറയുന്നത്. എന്നാലും 425 സീറ്റ് വരുമ്പോ ഈസി ആയിട്ട് BJPക്ക് അധികാരത്തിൽ വരും. അതായത് അവര് പറയുന്നത് വടക്കേ ഇന്ത്യ കൊണ്ട് മാത്രം BJP 2029 ശേഷം സ്ഥിരമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. പിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു രീതി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് മണ്ഡല പുനർനിർണയം നടത്തുന്നത്. അതിനുവേണ്ടിയല്ല മണ്ഡല പുനർനിർണയം നടത്തുന്നത്. മണ്ഡല പുനർനിർണയം നടത്തിയേ മതിയാവത്തുള്ളൂ. ഇനിയും സെൻസസ് എടുത്തിട്ട് മണ്ഡല പുനർനിർണയം നടത്താൻ ഡീലിമിറ്റേഷൻ കമ്മിറ്റി വളരെ മുമ്പേ തന്നെ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ യു പിയിലുള്ള അവസ്ഥ എന്താ പറയുക, 30 ലക്ഷം 35 ലക്ഷം പേര് വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ലക്ഷ്മിക്ക് അറിയാമല്ലോ, നമ്മുടെ MP നമുക്ക് എത്ര വട്ടം കാണാനും 10 ലക്ഷം. ഇപ്പൊ 10 എന്നുള്ള ഒരു 10, 15 ഒക്കെ ആയിക്കാണ്. എത്ര വട്ടം കാണാനായിരിക്കും MP? അതുപോലെ അപ്പൊ യു പിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ MP പോയിട്ട് ഈ ഇലക്ഷൻ സമയത്ത് പോലും ഈ ജനപ്രതിനിധിയെ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ എവിടെയും പോസ്റ്റർ ഉണ്ടെങ്കിൽ ആ പോസ്റ്ററിന്റെ കണ്ട് സായൂജ്യം അടയുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള കാര്യം വരാതെ കൂടുതൽ ജനപ്രതിനിധികൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഈ എളുപ്പത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യം നടത്തുന്നതിന് വേണ്ടി ആ MP ജനങ്ങൾക്കും കിട്ടും. ജനങ്ങളുടെ അടുത്ത് MP ഓടിയെത്താൻ സാധിക്കും. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനെ ഒന്നും എതിർക്കാനൊന്നും പറ്റത്തില്ല. ചുമ്മാതെ സമരം ചെയ്യുക എന്നൊക്കെ കണ്ട് ഈ 2026 ഇലക്ഷൻ വരുമ്പോൾ അവിടെ ഈ BJPയുടെ ബാഹുല്യവും അല്ലെങ്കിൽ ഇവരുടെ ദ്രാവിഡ രാഷ്ട്രീയവും ഇവരുടെ കൊള്ളയും ഒക്കെ വെളിയിൽ വന്നതിന് ചില കാര്യങ്ങൾ അതിന് മറയാക്കി പിടിച്ചുകൊണ്ടുള്ള സമരവും സംവിധാനവും ഒക്കെയാണ്. അതായത് വേറൊരു രീതിയിലുള്ള ഒരു ധ്രുവീകരണം. ഇവർ പറയുന്നത് BJP മതധ്രുവീകരണമാണെങ്കിൽ ഇവര് ഈ പറയുന്ന പോലെ
ദ്രാവിഡ രാഷ്ട്രീയവും അല്ലെങ്കിൽ വേറെ വർഗ രാഷ്ട്രീയവും സനാതന ധർമ്മവും അങ്ങനത്തെ ഉള്ള ഒരു ധ്രുവീകരണം, അതായത് വേറൊരു രാഷ്ട്രമായിട്ട് മാറി നിൽക്കാൻ മറ്റ് പല സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ അത് രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ത്രെട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സ്റ്റാലിൻ ആകുന്നു. ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ പറയുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് സ്റ്റാലിൻ ആകുന്നു. ഒരു വിഭജന രാഷ്ട്രീയത്തിന്റെ കാര്യം വളരെ ഉറക്കെ വെളിച്ചത്ത് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് സ്റ്റാലിൻ മാറുന്നു. അതായത് ഇന്ത്യ വിഭജനത്തിന്റെ വക്താവ് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി. ഇപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ അറിയാലോ 5 കല്യാണം കഴിച്ച, അതായത് 32 മക്കളും അങ്ങനെ ഉണ്ടായിരുന്ന. എന്തായാലും 32 ഇല്ലേലും ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. 4 കല്യാണമൊക്കെ കഴിച്ച് അതിനകത്ത് പിള്ളേരും ഒക്കെ ഉണ്ട്, അറിയാമല്ലോ. നേരത്തെ ഭരണത്തിലിരുന്ന സമയത്ത് പലരും അതിനെല്ലാം അടിച്ചു കളഞ്ഞിട്ട് ഈ പുള്ളി മെയിൻ സ്വിച്ചിന്റെ ആളാണ്. കാരണം ഔദ്യോഗികമായിട്ടുള്ള അമ്മച്ചിയുടെ മോനാന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതെല്ലാം കൈയടക്കി അദ്ദേഹത്തിന്റെ ആധിപത്യത്തിൽ ഇങ്ങനെ പോയി. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനെ സിനിമയിൽ നിന്നൊക്കെ ഇനി വിളിച്ച് കൂടെ നിർത്തി ഉപമുഖ്യമന്ത്രിയാക്കി. ഈ പുള്ളിക്ക് അസുഖവും കാര്യങ്ങളും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അതിന് ശേഷം അദ്ദേഹത്തെ ആക്കാം. പക്ഷെ ഇപ്പൊ തന്നെ വളരെ കൃത്യമായിട്ട് ഒരു 10-30,000 കോടി വീതം ഒരുപക്ഷെ ഒരു കൊല്ലം അവിടെ നിന്ന് മോഷ്ടിക്കുന്നു എന്നാണ് ഈ അണ്ണാമലൈ പറഞ്ഞത്. ഇപ്പൊ അത് പോരാ, കേന്ദ്രത്തെയും കൂടെ കിട്ടാമെങ്കിൽ അവിടെ കൂടെ വാരി എടുത്തുകൊണ്ട് വരാമല്ലോ. ഈ 2G സ്പെക്ട്രം അഴിമതിയൊക്കെ നമ്മളൊന്ന് കേട്ട് അതിശയിച്ചു പോയില്ലയോ? ആ അഴിമതിയുടെ തുകയുടെ പൈസ 500 രൂപയുടെ നോട്ട് വെച്ചാലും എത്ര കിലോമീറ്റർ കാണുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിനെപ്പറ്റി ആശ്ചര്യത്തോന്നും. ആ അഴിമതി നടത്തിയിട്ട് ആ പൈസ മൊത്തം അടിച്ചുകൊണ്ട് പോയവരാത്. 10 കൊല്ലം ഈ പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭ ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യത്തെ കൊള്ളയടിച്ച ടീമിനകത്തുള്ളവരായത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ബി.ജെ.പിയുടെ കൂടെ വന്ന ബി.ജെ.പിയുടെ കൂടെ വരത്തില്ലെന്ന് പറയുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ വേറെ തത്വവും കാര്യമൊന്നുമില്ല, ഇത് നടക്കത്തേ ഇല്ലെന്നറിയാം. മന്ത്രിയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും, മോഷ്ടിക്കാനേ പറ്റില്ല. അപ്പൊ മോഷ്ടിക്കാനുള്ള സംവിധാനം എങ്ങനെയും ഉരുത്തിരിക്കാൻ നോക്കുമ്പോൾ ഒരു രീതിയിലും അതിന് 2029 ശേഷം ഉരുത്തിരിയത്തില്ലെന്നുള്ള ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അല്ലാതെ കേരളത്തിലും ഈ പറയുന്നത് പോലെ കേരളത്തിൽ ഇവരുടെ മണ്ഡലം അല്ലെങ്കിൽ കുറയണമെങ്കിൽ ഇപ്പൊ 10 എന്നുള്ളത് 15 ആക്കിയാലും കുറയത്തില്ല. കേരളത്തിൽ ഒരു MP ഇപ്പൊ 20 കുറയത്തില്ല, 20 കൂടത്തേ ഉള്ളൂ. സ്റ്റാലിനും കുറയത്തില്ല. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ജനസംഖ്യാനുപാതം 20 ലക്ഷം വെച്ചിട്ട് ഒരിടത്ത് വന്നാൽ ഒരു പക്ഷേ ഇവിടെ കുറയത്തില്ല, ഇതുപോലെ നിൽക്കും. ഇതുപോലെ ഇവർ രണ്ടിടത്തും നിൽക്കും. സീറ്റ് വീണ്ടും വന്നാലും കുറയാൻ സാധ്യത കുറവാണ്. കാരണം 3 കോടിയുണ്ട്, സീറ്റ് അതുപോലെ നിൽക്കും. അപ്പൊ 20 വെച്ചൊന്നും പുനർനിർണയം നടത്താനൊക്കത്തില്ല. 20 തന്നെ വലിയ കുഴപ്പം. ഏകദേശം അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലെ അനുസരിച്ച് ചിലപ്പോൾ UP 15 വെച്ച് അങ്ങനെയൊക്കെ ഓരോ സ്റ്റേറ്റിലും ഓരോ മാനം. അവർക്ക് മണ്ഡല പുനർനിർണയത്തിന് അങ്ങനെ തീരുമാനം. 15 ലക്ഷം പേര് കൂടുതലൊക്കെ ഒരു ലോക്സഭ മണ്ഡലത്തിൽ വരുവാണെങ്കിൽ തന്നെ ഈ പറയുന്ന പ്രയോജനം ജനങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഇതൊരു കള്ള പ്രചരണവും ഒരു കള്ള സമരവും ഒക്കെയാണ് 2026 ആ തമിഴ്നാട്ടുകാരെ വീണ്ടും പറ്റിച്ച് വേറെ ചില ഇന്ത്യയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം. ആരുടെയും സീറ്റ് കുറയുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നു. മണ്ഡല പുനർനിർണയം നടക്കുകയും ചെയ്യും. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.